IAS 16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ട് 3 വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ് PPE എന്നുള്ളതും അതുപോലെ തന്നെ ഇനിഷ്യൽ മെഷർമെൻറ്റും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബോറോയിങ് കോസ്റ്റും ഡിസ്മാൻഡ്ലിങ് കോസ്റ്റും നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മേജർ ഇൻസ്പെക്ഷൻ ഓർ ഓവർഹോൾ അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഓഫ് കമ്പോണൻറ്റും കാര്യങ്ങളും നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് അതുപോലെ തന്നെ റീവാലുവേഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് നോൺ കറണ്ട് അസറ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് എന്നുള്ളത് നോക്കാം. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഈ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് നടക്കുന്നത് ഒന്നുകിൽ നമ്മുടെ യൂസ്ഫുൾ ലൈഫ്, നമ്മുടെ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ ചേഞ്ചസ് ഹാപ്പൻ ആവുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ ഇല്ലേ, നമ്മുടെ റെസീജ്വൽ വാല്യൂ ചേഞ്ച് ആവുകയാണെന്ന് വിചാരിക്കുക. സോ സ്ക്രാപ്പ് വാല്യൂ ചേഞ്ച് ആവുമ്പോൾ, അതും അല്ലെങ്കിൽ നമ്മൾ ഈ അസറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ ഓഫ് യൂസേജ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 3 സന്ദർഭങ്ങളിലാണ് നമുക്ക് എന്ത് വരുന്നത്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിൽ ചേഞ്ചസ് നടക്കുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു ചേഞ്ച് ഒന്നുകിൽ യൂസ്ഫുൾ ലൈഫ് ചേഞ്ച് ആവുകയോ സ്ക്രാപ്പ് വാല്യൂ ചേഞ്ച് ആവുകയോ അല്ലെങ്കിൽ നമ്മൾ അസറ്റിൻ്റെ യൂസേജിൻ്റെ പാറ്റേൺ ചേഞ്ച് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ്. ഓക്കെ, എന്താണ് ഈ പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്? അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റിലാണ് ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് നടക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് ഈ ഒരു പോയിന്റിലാണ് നടക്കുന്നത്. നമുക്ക് ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു പോയിന്റ് മുതൽ, ഈ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് നടക്കുന്ന പോയിന്റ് മുതൽ മുന്നോട്ടുള്ള കാലത്തേക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അഡ്ജസ്റ്റ്മെൻറ്റ് ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇങ്ങനെ കറണ്ട് ഇയർ ടു ഫ്യൂച്ചർ ഇയേഴ്സിൽ വരുത്തുന്ന ചേഞ്ച്, ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. മുന്നിലേക്കുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റിൻ്റെ എഫക്ട്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് നടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് മുതൽ മുന്നിലോട്ടാണ് എന്ത് വരുന്നത്, പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ടൈം ലൈനിൽ. ആൻഡ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ ഒരു ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റിന് മുന്നേ ഉള്ള ഈ ടൈം ലൈനിൽ കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്തു, ആ അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലാണ് അസറ്റ് പർച്ചേസ് ചെയ്തിരുന്നതെന്ന് വിചാരിക്കുക. ഇത് മുതലേ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് വരുമായിരുന്നു. ഓക്കെ, പക്ഷേ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് നടന്നു. അപ്പോൾ എന്താണ്, ഇനി ഇവിടെ ഒരു ചേഞ്ച് വരും അല്ലേ? ഈ ചേഞ്ച് എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ അഫക്റ്റ് ചെയ്യും. ഡിപ്രീസിയേഷനിൽ ചേഞ്ച് വരും. എങ്ങനെയാണ് ഈ ഡിപ്രീസിയേഷനിൽ ചേഞ്ച് വരുത്തേണ്ടതെന്നുള്ളത് നോക്കാം. ഈ ഒരു ടൈം ലൈനിൽ നമ്മൾ എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ നോർമലി കാണുന്നത് അതുപോലെ കണ്ടുവരിക. ഈ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് നടക്കുന്ന ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആ ചേഞ്ച് നടക്കുന്ന, അതായത് ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് ആ ചേഞ്ച് നടക്കുന്ന ഡേറ്റിലുള്ള ക്യാരിയിങ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ബാക്കി ഈ ഒരു ചേഞ്ച് നടക്കുന്ന ഈ ഒരു ഡേറ്റ് മുതൽ മുന്നോട്ട് ഇനി എത്രയാണോ അസറ്റിൻ്റെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
ആൻഡ് നമ്മളിനി അങ്ങോട്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ക്യാരിയിങ് വാല്യൂവിൻ്റെ പുറത്താണ്. എന്ത് യൂസ് ചെയ്തിട്ട്? ഈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പുതിയ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, സോ അത് നമുക്കൊരു ഇക്വേഷൻ തന്നെയുണ്ട്. ക്യാരിയിങ് വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് ചേഞ്ച്, എത്രയാണോ ക്യാരിയിങ് വാല്യൂ എന്ന് കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുതിയ ഡിപ്രീസിയേഷൻ കിട്ടും. നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. An asset costing $1,000 was estimated to have a useful life of 10 years. അതായത് നമ്മളൊരു $1,000 ഒരു അസറ്റ് വാങ്ങി ആൻഡ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 years ആണ്. ആൻഡ് എ റെസീജ്വൽ വാല്യൂ ഓഫ് $200. സ്ക്രാപ്പ് വാല്യൂ, റെസീജ്വൽ വാല്യൂ, നമ്മൾ ഈ അസറ്റ് അറ്റ് ലാസ്റ്റ് ഈ യൂസ്ഫുൾ ലൈഫിൻ്റെ അവസാനം നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് $200 കിട്ടും എന്നാണ് ക്വസ്റ്റ്യന് പറയുന്നത്. ആഫ്റ്റർ 2 years, 2 കൊല്ലം കഴിഞ്ഞിട്ട്, ദ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് വാസ് റിവൈസ്ഡ് ടു 4 years. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും യൂസ്ഫുൾ ലൈഫ് ചേഞ്ചായി. ഇനി യൂസ്ഫുൾ ലൈഫ് എത്രയേ ഉള്ളൂ? 4 വർഷമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. റിക്വയർമെൻറ്റ് ഈസ് കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഫോർ ഈച്ച് ഓഫ് ദ ഫസ്റ്റ് 3 years. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 വർഷത്തെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈം ലൈൻ വരയ്ക്കാം. സോ ഇയർ 2 കഴിയുമ്പോൾ, അതായത് ഇയർ 3 മുതലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് നടക്കുന്നത്. അതായത് നമ്മൾ 10 വർഷം യൂസ്ഫുൾ ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞ് വച്ചിരുന്ന ഒരു അസറ്റ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യൂസ്ഫുൾ ലൈഫ് ചേഞ്ചായി 4 വർഷം ഇനി റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഉള്ളൂ എന്നായി. സോ ഇവിടെ എസ്റ്റിമേറ്റിൽ ചേഞ്ചസ് നടന്നു. സോ നമ്മൾ ഈ ചേഞ്ചസ് നടന്ന ആ ഒരു പോയിന്റ് വരെ, ഓക്കെ, ഈ ഒരു പോയിന്റ് വരെ എങ്ങനെയാണോ നമ്മൾ ഡിപ്രീസിയേഷൻ നോർമലി കാണുന്നത് അതേപോലെ കാണുക. ഇവിടെ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലാവും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് എന്നുള്ളത്. സോ നമ്മൾ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുക? നമ്മൾ ഡിപ്രീഷ്യബിൾ എമൗണ്ടിൻ്റെ മുകളിലാണല്ലേ നമ്മൾ എന്ത് കാണുന്നത്? ഡിപ്രീഷ്യബിൾ എമൗണ്ടിൻ്റെ മുകളിലാണ് എന്ത് കാണുന്നത്? നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. സോ എന്താണ് ഡിപ്രീഷ്യബിൾ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ, അതാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീഷ്യബിൾ എമൗണ്ട്. സോ ഇതിൻ്റെ മുകളിൽ ഇത് ഡിപ്രീഷ്യബിൾ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യന് പറയുന്നുണ്ട് കോസ്റ്റ് $1,000 ആണ് എന്നുള്ളത് ആൻഡ് സ്ക്രാപ്പ് വാല്യൂ $200 ആണെന്നും പറയുന്നുണ്ട്. സോ $1,000 മൈനസ് 200 എന്ന് പറയുമ്പോൾ $800 നമുക്ക് ഡിപ്രീഷ്യബിൾ എമൗണ്ട് എന്ന് കിട്ടും. സോ ഇനിഷ്യലി യൂസ്ഫുൾ ലൈഫ് 10 years എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സോ ആ 10 yearsലേക്കുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? 800 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴത്തേനും നമുക്ക് എത്രയെന്ന് കിട്ടും? $80 നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. സോ ഇയർ 1ലും $80, ഇയർ 2ലും $80. കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. എല്ലാ കൊല്ലവും ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് ആയിരിക്കും. സോ ഇനിയാണ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ യൂസ്ഫുൾ ലൈഫ് ചേഞ്ച് ആവുന്നത്. ഈ യൂസ്ഫുൾ ലൈഫ് ചേഞ്ച് ആവുമ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു? ഈ ഒരു ഡേറ്റിലെ ക്യാരിയിങ് വാല്യൂവും അതുപോലെ തന്നെ ഇനി എത്രയാണോ റിമൈനിങ്, ഇനി എത്രയാണോ ബാക്കി യൂസ്ഫുൾ ലൈഫ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. സോ ഇവിടെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 4 കൊല്ലമേ ഉള്ളൂ എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. സോ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 4 വർഷം എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്യാരിയിങ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ക്യാരിയിങ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് മൈനസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ, ടോട്ടൽ ഡിപ്രീസിയേഷൻ. നമ്മൾ 2 കൊല്ലം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു അല്ലേ? സോ ഈ 80 + 8 ചെയ്യുമ്പോഴത്തേനും നമുക്ക് എത്ര കിട്ടും? 160 എന്നുള്ളത് കിട്ടും. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. സോ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു 80 + 80 160. നമ്മുടെ കോസ്റ്റ് എത്രയായിരുന്നു? $1,000. സോ ക്യാരിയിങ് വാല്യൂ ഈസ് ഈക്വൽ ടു
$1,000 മൈനസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ $160 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? നമുക്ക് നമ്മുടെ ക്യാരിയിങ് വാല്യൂ $840 എന്ന് കിട്ടും. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ക്യാരിയിങ് വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റും കണ്ടുപിടിച്ചു, റിമൈനിങ് യൂസ്ഫുൾ ലൈഫും കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നോർമലി ഡിപ്രീസിയേഷൻ കാണുന്നത് പോലെ കാണുക. സോ ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ക്യാരിയിങ് വാല്യൂ കണ്ടുപിടിച്ചു 840 മൈനസ് 200. നമ്മുടെ റെസിജ്വൽ വാല്യൂ ഇപ്പോഴും 200 ആണ്. സോ 200 മൈനസ് ചെയ്യുക. സോ 840 മൈനസ് 200 എന്ന് പറയും 640 എന്നുള്ളത് നമുക്ക് കിട്ടും. 640 ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 4 വർഷമാണെന്ന് പറയുന്നുണ്ട്. സോ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂ ഡിപ്രീസിയേഷൻ $160 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഫസ്റ്റ് 3 ഇയേഴ്സിലെ ഡിപ്രീസിയേഷൻ ആണ്. സോ ഇയർ 1 $80, ഇയർ 2 $80 ആണ്. പിന്നെ എന്ത് ചെയ്തു? ഇയർ 2 കഴിഞ്ഞപ്പോഴത്തേനും ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് വന്നു, നമ്മുടെ യൂസ്ഫുൾ ലൈഫ് ചേഞ്ചായി. അങ്ങനെ നമുക്ക് പുതിയൊരു ഡിപ്രീസിയേഷൻ എത്ര കിട്ടി? $160 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഏരിയ ആണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. എന്താണ് റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീവാലുവേഷൻ മീൻസ് ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് എ നോൺ കറണ്ട് അസറ്റ് ഇൻ ദ ബുക്സ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ടു ഇറ്റ്സ് ഫെയർ വാല്യൂ ദ മാർക്കറ്റ് വാല്യൂ. അതായത് നമ്മുടെ ബുക്സിൽ നമ്മുടെ നോൺ കറണ്ട് അസറ്റിൻ്റെ വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് വരുത്തും. അതാണ് ഈ റീവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയായിരിക്കും ബുക്സിൽ ഒരു നോൺ കറണ്ട് അസറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക? അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, നമ്മൾ ആദ്യം എത്ര രൂപയാണോ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പർട്ടിക്കുലർ അസറ്റിനെ നമ്മൾ ബുക്സിൽ കാണിച്ചിരുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതേ ഒരു അസറ്റ് നമ്മളിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള അസറ്റ് നമ്മുടെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ വാല്യൂ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ എത്രയാണോ ഈ അസറ്റിന് വാല്യൂ ഉള്ളത് ആ ഒരു വാല്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. ആ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ ആ അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്സിൽ കാണിക്കുക. അതായത് ഒരു $10 lakh വാല്യൂ ഉണ്ടായിരുന്ന അസറ്റ്, നമ്മൾ ഇനിഷ്യലി $10 lakh അസറ്റ് പർച്ചേസ് ചെയ്തിരുന്നത്. ആ ഒരു അസറ്റിന് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ $15 lakh വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു റീവാലുവേഷൻ നടന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ എന്തായിരിക്കും? ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ SOFPയിൽ നമ്മൾ എത്ര രൂപയായിരിക്കും കാണിക്കുക? $15 lakh ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീവാലുവേഷൻ. നമ്മൾ ബുക്സിൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് എഴുതുന്നു. അതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഫെയർ വാല്യൂ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്, ഈ ഫെയർ വാല്യൂ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഫെയർ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അതിന് റീവാലുവേഷൻ സർപ്ലസ് എന്നും കുറഞ്ഞു കഴിഞ്ഞാൽ റീവാലുവേഷൻ ഡെഫിസിറ്റ് എന്നുമാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് $10,000 വരുന്ന ഒരു അസറ്റ് മാർക്കറ്റിൽ $15,000 ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഈ അസറ്റ് നമ്മൾ ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് $15,000 കിട്ടും. നമുക്ക് എത്ര രൂപയാണ് ഇവിടെ ലാഭം? $5,000 ലാഭം അല്ലേ, ഗെയിൻ അല്ലേ? സോ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീവാലുവേഷൻ സർപ്ലസ്. ഈ 5,000 ആണ് റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് മാറ്റി ചിന്തിക്കുക. ഈ ഒരു 10,000 ഞാൻ 2,000 കോസ്റ്റാക്കി കാണിച്ചു. 2,000 കോസ്റ്റുള്ള ഒരു അസറ്റ് മാർക്കറ്റിൽ ഇന്ന് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ $15,000 വാല്യൂ കിട്ടുള്ളൂ. സോ മാർക്കറ്റിൽ $15,000 ഉള്ളൂ. എന്ത് ചെയ്തു? ഫെയർ വാല്യൂ കുറഞ്ഞു, അല്ല എൻ്റെ കോസ്റ്റിനെക്കാളും കുറവാണ്. സോ ഇതിനെയാണ് റീവാലുവേഷൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര രൂപ ലോസ് ആണ്? നമ്മളിത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് $5,000 ലോസ് ആണ്. സോ ഇതാണ് ഫെയർ വാല്യൂ എന്ത് ചെയ്യാം? ഇൻക്രീസ് ആവാനും ഡിക്രീസ് ആവാനും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഇൻക്രീസ് ആയാൽ അത് റീവാലുവേഷൻ സർപ്ലസ്, നമുക്കൊരു ഗെയിൻ ആണ്. ഡിക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് റീവാലുവേഷൻ ഡെഫിസിറ്റ് ആണ്, നമുക്ക് ലോസ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഡു കമ്പനീസ് റീവാല്യൂ അസറ്റ്? എന്തിനാണ് കമ്പനീസ് നമ്മുടെ അസറ്റിനെ റീവാല്യൂ ചെയ്യുന്നത്? എന്തിനാണ് ആ ഒരു റീവാല്യൂഡ് എമൗണ്ട് ബുക്സിൽ കാണിക്കുന്നത്? സം അസറ്റ്സ് ഇൻക്രീസ് ഇൻ വാല്യൂ ഓവർ ടൈം. അതായത് ചില അസറ്റ്സ് എന്ത് ചെയ്യും? നമ്മുടെ ടൈം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടൈം മുന്നോട്ട് പോകുന്നതനുസരിച്ച് വാല്യൂ ഇൻക്രീസ് ആവാറുണ്ട്. ടു ഷോ എ മോർ റിയലിസ്റ്റിക് വാല്യൂ ഇൻ SOFP. അതായത് എന്തിനാണ്? ഈ അസറ്റിൻ്റെ വാല്യൂ മാറുന്ന സമയത്ത് ഈ അസറ്റിനെ എന്താണ് ഈ മാർക്കറ്റിൽ
കറൻ്റ്ലി ഉള്ള വാല്യൂ എന്ന്, അതായത് മോർ റിയലിസ്റ്റിക് വാല്യൂ നമ്മൾ ബുക്സിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനീസ് റീവാല്യൂ ചെയ്യുന്നത് അസറ്റിനെ. The increase is recognized in other comprehensive income and accumulated equity as revaluation surplus. നമ്മൾ പറഞ്ഞു ചില അസറ്റുകൾ എന്ത് ചെയ്യും, റീവാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗെയിൻ ഇൻകർ ആവാറുണ്ട്, അതിനെ റീവാലുവേഷൻ ഗെയിൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ഇൻക്രീസ് ആയ എമൗണ്ടിലെ അത് നമ്മൾ OCI അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിലാണ് കാണിക്കുന്നത്, ആ ഒരു ഇൻക്രീസ്. ആൻഡ് ഇത് നമ്മൾ എവിടെ ഓൾസോ കാണിക്കും, നമ്മുടെ ഇക്വിറ്റി ആയിട്ട്, നമ്മുടെ ഇക്വിറ്റി പാർട്ടിൽ റീവാലുവേഷൻ സർപ്ലസ് ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടേയിരിക്കും. സോ നമ്മൾ ഗെയിൻ എവിടെയാണ് കാണിക്കുന്നത്, OCIയിലും അതുപോലെ തന്നെ ഇക്വിറ്റിയിൽ റീവാലുവേഷൻ സർപ്ലസ് ആയിട്ടാണ് കാണിക്കുന്നത്. നോട്ട് ഇൻ SOPL ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അൺറിയലൈസ്ഡ് ഗെയിൻ. നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ SOPL നമ്മുടെ P&L അക്കൗണ്ടിലല്ല കാണിക്കുന്നത്. കാരണം എന്താണ്, ഇതൊരു അൺറിയലൈസ്ഡ് ഗെയിൻ ആണ്. എന്താണ് അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ അസറ്റ് എന്ത് ചെയ്തിട്ടില്ല, വിറ്റിട്ടില്ല അല്ലേ, നമ്മൾ സെല്ല് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് റിസീവ് ആയിട്ടുണ്ടോ, നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നോ, ഇല്ല. ഈ ഗെയിൻ ജസ്റ്റ് മാർക്കറ്റിൽ ഇത്ര വാല്യൂ ഉണ്ട്, നമ്മൾ വാല്യൂ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. സോ ഈ ഗെയിൻ നമുക്ക് ജസ്റ്റ് പേപ്പറിൽ കാണിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫിസിക്കലി അവിടെ ഒരു ഇമ്പാക്റ്റ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ SOPL കാണിക്കാതെ OCI അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ കാണിക്കുന്നത്. ആൻഡ് ഇഫ് വൺ അസറ്റ് ഇൻ എ ക്ലാസ് ഈസ് റീവാല്യൂഡ്, ദ എൻറ്റയർ ക്ലാസ് മസ്റ്റ് ബി റീവാല്യൂഡ്. അതായത് നമ്മുടെ കയ്യിൽ കുറേ മെഷീൻസ് ഉണ്ട്, മെഷീൻ A, മെഷീൻ V, മെഷീൻ C, അങ്ങനെ കുറേ മെഷീൻ്റെ തന്നെ കാറ്റഗറിയിൽ കുറേ മെഷീൻസ് ഉണ്ടായിരിക്കും ഇല്ലേ. സോ ഈ മെഷീൻ A ആണ് നമ്മൾ റീവാല്യൂ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. മെഷീൻ A റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എൻറ്റയർ ക്ലാസ്, ഈ മെഷീൻ എന്ന് പറയുന്ന ഈ എൻറ്റയർ ക്ലാസ്സിലുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റീവാല്യൂ ചെയ്തിരിക്കണം. മെഷീൻ B റീവാല്യൂ ചെയ്തിരിക്കണം, മെഷീൻ C റീവാല്യൂ ചെയ്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് വൺ അസറ്റ് ഇൻ എ ക്ലാസ് ഈസ് റീവാല്യൂഡ്, ദ എൻറ്റയർ ക്ലാസ് മസ്റ്റ് ബി റീവാല്യൂഡ്. റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 കേസസ് ആണ് ഇനി നോക്കാനുള്ളത്. കേസ് 1 എന്ന് പറയുന്നത് റീവാലുവേഷൻ സർപ്ലസ് ആണ്. അതായത് $10,000 ക്യാരിയിങ് വാല്യൂ ഉള്ള ഒരു അസറ്റ് നമ്മൾ റീവാല്യൂ ചെയ്ത സമയത്ത് എത്ര രൂപയുണ്ടെന്ന് മനസ്സിലായി, അതേ അസറ്റ് $15,000 മാർക്കറ്റിൽ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി. സോ റീവാലുവേഷൻ വഴി നമുക്ക് എന്ത് മനസ്സിലായി, അവിടെ ഒരു റീവാലുവേഷൻ ഗെയിൻ ഉണ്ടായി, റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടായി. എത്ര ഡോളേഴ്സ്, $5,000 റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടായി നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്, ഡെബിറ്റ് നോൺ കറന്റ് അസറ്റ് 5,000. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അസറ്റിന്റെ വാല്യൂ കൂടുകയാണല്ലേ, 10,000 $15,000 ആയിട്ട് കൂടി. എന്തിന്റെ വാല്യൂ ആണ് കൂടിയത്, നോൺ കറന്റ് അസറ്റ്, അസറ്റിന്റെ വാല്യൂ ആണ് കൂടിയത്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്. സോ ഡെബിറ്റ് നോൺ കറന്റ് അസറ്റ് $5,000. ഇവിടെ എന്താണ് 5,000 മാത്രം എടുക്കാനുള്ള കാരണം ഓൾറെഡി ബുക്സിൽ 10,000 ഉണ്ട് അല്ലേ. സോ അതുകൊണ്ടാണ് 5,000 ഗെയിൻ ഇവിടെ കാണിച്ചത്. ആൻഡ് ക്രെഡിറ്റ് റീവാലുവേഷൻ സർപ്ലസ് $5,000. എന്തുകൊണ്ടാണ് റീവാലുവേഷൻ സർപ്ലസ് ക്രെഡിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഐറ്റം എന്തിനെ കൂട്ടുന്നതാണ്, ഇക്വിറ്റീനെ കൂട്ടുന്ന ഐറ്റമാണ്. ഇക്വിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്, എങ്ങനെയാണ് റീവാലുവേഷൻ സർപ്ലസ് ഇക്വിറ്റീനെ കൂട്ടുന്നത് എന്നുള്ളത്. അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കേണ്ടതായിട്ടുണ്ട്. അസറ്റ് $10,000 ഉണ്ട് നമ്മുടെ ബിസിനസ്സിൽ, ലയബിലിറ്റി എന്ന് പറയുന്നത് $5,000 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിയിലെ ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റീസ് മൈനസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ എമൗണ്ട് ബാലൻസ് വരുന്നത് അതാണ് ഇക്വിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ അസറ്റ് 10,000 ലയബിലിറ്റി 5,000 ആവുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് $5,000 ആണ്. സോ ഇക്വിറ്റി $5,000 എന്ന് കിട്ടി. ഇനി ഇതേ സിനാരിയോ ബട്ട് അസറ്റിന്റെ വാല്യൂ കൂടി റീവാലുവേഷൻ ചെയ്ത സമയത്ത് $15,000 ആയി അസറ്റിന്റെ വാല്യൂ മാറി. സോ 15,000 ടോട്ടൽ അസറ്റ്സും ലയബിലിറ്റി $5,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇക്വിറ്റി എത്ര കിട്ടും, 15,000 മൈനസ് 5,000 $10,000. മനസ്സിലായോ? അതായത് ലയബിലിറ്റിയിൽ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അതായത് ലയബിലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയെ അസറ്റിന്റെ വാല്യൂല് ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആര് കൂടും,
ഇക്വിറ്റി കൂടും എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, റീവാലുവേഷൻ സർപ്ലസ് നമ്മളെ ക്രെഡിറ്റ് ചെയ്തത്. റീവാലുവേഷൻ സർപ്ലസ് ഇങ്ങനെയാണ് ഇക്വിറ്റീനെ കൂട്ടുന്ന ഒരു ഐറ്റമായി മാറിയത്. സോ ഇക്വിറ്റീനെ കൂട്ടുന്ന ഒരു ഐറ്റമാണ് റിവാലുവേഷൻ സർപ്ലസ്. സോ ഇക്വിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ ദാറ്റ്സ് വൈ വി ക്രെഡിറ്റ് റീവാലുവേഷൻ സർപ്ലസ്. ഇനി നമ്മളിത് ബുക്സിൽ എങ്ങനെയാണ് കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെയാണ് കാണിക്കാൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ SOPL അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിന്റെ താഴെയാണ് നമ്മൾ എന്തെന്ന് കാണിക്കുന്നത്, റീവാലുവേഷൻ സർപ്ലസ് $5,000 കാണിക്കുക. ആൻഡ് SOFP നമ്മൾ അസറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഇതൊരു മെഷീനാന്ന് വെച്ചാൽ ഈ മെഷീനെയാണ് നമ്മൾ റീവാല്യൂ ചെയ്തത്. സോ മെഷീൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഏതാണോ പർട്ടിക്കുലർ അസറ്റ് ആ ഒരു അസറ്റിന്റെ നേരെ എന്ത് എഴുതണം, ഇപ്പോൾ നമുക്ക് റീവാല്യൂ ചെയ്ത് കിട്ടിയ എമൗണ്ട് ആയിരിക്കും ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുക്സിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. സോ $15,000 മെഷീൻ എന്ന് പറഞ്ഞിട്ട് SOFP അസറ്റ്സ് ആയിട്ട് കാണിക്കും. ആൻഡ് SOFP ഇക്വിറ്റി സൈഡിൽ റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് $5,000 കൂടി നമ്മൾ കാണിക്കും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിൽ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള റീവാലുവേഷൻ സർപ്ലസ് കാണിക്കുക. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ റീവാലുവേഷൻ ഡെഫിസിറ്റ് ഉണ്ടാവുകയാണ്. നമ്മുടെ ഇപ്പോൾ $5,000 എന്തുണ്ട്, റീവാലുവേഷൻ സർപ്ലസ് നിൽക്കേ അടുത്ത വർഷം എന്ത് ചെയ്യുകയാണ്, റീവാലുവേഷൻ ഡെഫിസിറ്റ് നടക്കുകയാണെന്ന് വിചാരിക്കുക. സോ ക്യാരിയിങ് എമൗണ്ട് $10,000 തന്നെയാണ്. പക്ഷേ റീവാല്യൂ ചെയ്ത സമയത്ത് ഈ അസറ്റിന് മാർക്കറ്റിൽ എത്ര രൂപയെ വാല്യൂ ഉള്ളൂ, $2,000 വാല്യൂ ഉള്ളൂ. അസറ്റിന്റെ വാല്യൂ ഭയങ്കര കുറവില്ലേ മാർക്കറ്റിൽ. സോ ഇതെന്താണ് നമ്മളെ സംബന്ധിച്ച് ലോസ് ആണല്ലേ. സോ 10,000 മൈനസ് 2,000 ചെയ്യുമ്പോൾ $8,000 ലോസ് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്, റീവാലുവേഷൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ OCIയിൽ റീവാലുവേഷൻ സർപ്ലസ് $5,000 ഉണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് ഇയറിലാണ് നമുക്ക് $8,000 ലോസ് വന്നത്. ഓൾറെഡി ഒരു ഗെയിൻ നിൽക്കേ പിന്നീട് അടുത്ത കൊല്ലം നമുക്കൊരു ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ബുക്സിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത റീവാലുവേഷൻ സർപ്ലസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് P&Lലേക്കും ചാർജ് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് $8,000 ലോസ്. ഓക്കെ, ഇതിൽ $5,000 നമ്മൾ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് നേരത്തെ OCIയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസ് $3,000. സോ ഈ 8,000-ൽ 5,000 ഓൾറെഡി OCIയിൽ ഉള്ള റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്ന ഐറ്റം വേണം ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഈ റീവാലുവേഷൻ സർപ്ലസിനെ നമ്മൾ എന്ത് ചെയ്യണം, OCIയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ 5,000 ലോസ് നമ്മൾ ബുക്സിൽ കാണിച്ചു. ഇനി 3,000 ബാലൻസ് ഇല്ലേ, ഈ ബാലൻസ് വരുന്ന എന്ത് ചെയ്യും, നമ്മൾ SOPL ലോസ് ഓൺ റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രി നോക്കാം. റിമൂവ് റീവാലുവേഷൻ സർപ്ലസ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് റിമൂവ് ചെയ്യണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഇക്വിറ്റി അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. സോ എന്ത് ചെയ്തു, ഇക്വിറ്റി കുറഞ്ഞു. ഇക്വിറ്റി കുറയുന്നത് വഴി എന്ത് സംഭവിക്കും, ഇക്വിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ ഈ ഡെബിറ്റ് റീവാലുവേഷൻ സർപ്ലസ് $5,000 നമ്മൾ കുറച്ചു. ആൻഡ് നമ്മുടെ അസറ്റിന്റെ വാല്യൂ ഓൾസോ കുറയല്ലേ. സോ ഫസ്റ്റ് നമുക്ക് അസറ്റിന്റെ വാല്യൂ $5,000 കുറയ്ക്കാം. സോ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സസ് ആയിട്ട് വന്ന ഡെഫിസിറ്റ് ഇല്ലേ അത് നമുക്ക് P&L കാണിക്കാം. സോ ഡെബിറ്റ് റീവാലുവേഷൻ ലോസ് $3,000. ലോസ് ആയ കാരണം $3,000 ഡെബിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൻസ് ആയിട്ട് ഇത് P&Lലേക്ക് പോകും. എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറഞ്ഞോളൂ അല്ലേ. സോ അതുകൊണ്ട് റീവാലുവേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് $3,000 നമ്മൾ എന്ത് ചെയ്തു, ഇത് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചത് കൊണ്ട് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് നമ്മുടെ അസറ്റിന്റെ വാല്യൂ കുറയുന്നു. അഗെയിൻ ഒരു $3,000 ബാലൻസ് ഉണ്ടായിരുന്നത്. സോ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് കൗണ്ട് കറന്റ് അസറ്റ് $3,000. ഓക്കെ, സോ ഓൾറെഡി ഒരു ഗെയിൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗെയിനെ നമ്മൾ ഫസ്റ്റ് റിവേഴ്സ് ചെയ്യണം. ആ ഒരു സർപ്ലസിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. നമ്മൾ OCIന്നും അതുപോലെ തന്നെ ഇക്വിറ്റിന്നും എടുത്തു കളയുക. റിമൈനിങ് ലോസോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് P&Lലേക്ക് കാണിക്കും. സോ ഇവിടെ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് ഐറ്റംസ് പോകുന്നത്, നമ്മുടെ SOPL
റീവാലുവേഷൻ ലോസ് $3,000 കാണിക്കുക. ആൻഡ് OCIയിൽ റീവാലുവേഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ട് $5,000 കാണിക്കുക. റീവാലുവേഷൻ സർപ്ലസിനെ കുറയ്ക്കുന്ന ഐറ്റമാണ് റീവാലുവേഷൻ ഡെഫിസിറ്റ്. ഓക്കെ. ആൻഡ് SOFPയിൽ അസറ്റിൻ്റെ അവിടെ മെഷീനറി എന്ന് പറഞ്ഞിട്ട് $2,000 ഇക്വിറ്റിയിൽ റീവാലുവേഷൻ സർപ്ലസ് 0 ആയിട്ടും ആയിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, നമ്മൾ റീവാലുവേഷൻ ഗെയിൻ വന്ന സമയത്ത് നമ്മളത് OCIയുടെ അണ്ടറിലായിരുന്നു കാണിച്ചത്. പക്ഷേ ഒരു ലോസ് വന്ന സമയത്ത് ഓൾറെഡി എന്തെങ്കിലും ഗെയിൻ ഉണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്തു. ബാലൻസ് എമൗണ്ട് നമ്മൾ SOPLലാണ് കാണിച്ചത്. എന്തിനാണ് OCIയിലെ ഗെയിൻ ആയിട്ട് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി SOPLയിൽ ലോസ് എന്തിനാ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് ആണ്. അൺറിയലൈസ്ഡ് ലോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യണം എന്ന് ആര് പറയുന്നുണ്ട്? പ്രൂഡൻസ് കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SOPLയിൽ നമ്മൾ ലോസ് കാണിക്കുന്നത്. ഓക്കെ. ഇനി ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് വാട്ട് ഇഫ് ദർ വാസ് നോ പ്രീവിയസ് ഗെയിൻ. അതായത് നേരത്തെ നമ്മൾ $5,000 ഗെയിൻ ഉണ്ടായിരുന്നു, അത് റിവേഴ്സ് ചെയ്തു. ഇവിടെ അതല്ല, നേരത്തെ ഗെയിൻ ഒന്നുമില്ല, നമ്മൾ റീവാല്യൂ ചെയ്തപ്പോഴേ നമുക്ക് ലോസ് ആണ് കിട്ടിയത്. ഓക്കെ, നേരത്തെ റീവാല്യൂ ചെയ്തപ്പോഴേ നമുക്ക് ലോസ് ആണ് കിട്ടിയത്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യമേ എത്രയാണോ റീവാലുവേഷൻ ലോസ് സംഭവിക്കുന്നത്, ഓക്കെ, എത്രയാണോ റീവാലുവേഷൻ ലോസ് സംഭവിക്കുന്നത് അത് ഫുള്ളി എവിടെ കൊണ്ട് കാണിക്കണം? SOPLയിൽ കാണിക്കുക. വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. ഓക്കെ. സോ $8,000 റീവാലുവേഷൻ ലോസ് വന്നു, നമ്മളിത് എക്സ്പെൻസ് ആയിട്ട് P&L കാണിക്കുന്നു. എക്സ്പെൻസ് ഐറ്റം ആയതുകൊണ്ട് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. സോ ദാറ്റ്സ് വൈ ഡെബിറ്റ് റീവാലുവേഷൻ ലോസ് 8,000. നമ്മുടെ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. എത്ര ഡോളേഴ്സ്? $8,000. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. സോ വി ക്രെഡിറ്റഡ് നോൺ കറന്റ് അസറ്റ് $8,000. ഓക്കെ. ഇനി ഇതെങ്ങനെയായിരിക്കും ബുക്സിൽ കാണിക്കുക എന്നുള്ളതും കൂടി നോക്കാം. SOPLയിൽ റീവാലുവേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് $8,000 കാണിക്കുക. അതുപോലെ തന്നെ SOFPയിൽ അസറ്റ്സിന്റെ അണ്ടറിൽ ഏതാണോ അസറ്റ്, ഇപ്പോൾ ഇവിടെ മെഷീനറി എന്ന് എടുക്കാം. മെഷീനറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ റീവാല്യൂഡ് എമൗണ്ട് എഴുതും. അങ്ങനെ $2,000 എഴുതി. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കുക. ഇനി നമ്മൾ നോക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഓൺ റീവാല്യൂഡ് അസറ്റ്. നമ്മളിപ്പോൾ റീവാലുവേഷനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ട് വന്നത്. സോ ഒരു റീവാല്യൂ ചെയ്ത അസറ്റിന്റെ മുകളിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് റീവാല്യൂഡ് എമൗണ്ടിന്റെ പുറത്താണ്. ആൻഡ് എത്രയാണോ ഇനി റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റീവാല്യൂഡ് എമൗണ്ട് എന്ന് പറയുന്നത് $10,000 ആണെന്ന് വിചാരിക്കും. റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 ഇയർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്? റീവാല്യൂഡ് എമൗണ്ട് 10,000 ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ്. ഇനി എത്രയാണോ ബാലൻസ് ഉള്ളത്, റിമൈനിങ് 10 ഇയർ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഉണ്ട്. സോ ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേനും എത്രയാണ് കിട്ടും? $1,000 ഡിപ്രീസിയേഷൻ കിട്ടും. സോ ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ഓൺ റീവാല്യൂഡ് അസറ്റ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കേസ് നമുക്ക് നോക്കാനുള്ളത് എക്സസ് ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടാണ്. അതായത് റീവാലുവേഷൻ സർപ്ലസ് നടക്കുന്നത് വഴി അവിടെ ഒരു എക്സസ് ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. ക്യാരിയിങ് വാല്യൂ $10,000 യൂസ്ഫുൾ ലൈഫ് 10 ഇയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് $1,000. ഓക്കെ. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റീവാല്യൂ ചെയ്തു. റീവാല്യൂ ചെയ്തപ്പോൾ റീവാല്യൂഡ് എമൗണ്ട് $15,000 റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 10 ഇയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അങ്ങനെ നോക്കുന്ന സമയത്ത് 15,000 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് $1,500 ആണ് എന്ത് വരുന്നത്, ഡിപ്രീസിയേഷൻ വരുന്നത്. സോ നമ്മുടെ റീവാലുവേഷൻ നടന്ന സമയത്ത് എന്ത് ചെയ്തു, റീവാലുവേഷൻ നടന്നത് വഴി ഡിപ്രീസിയേഷൻ കൂടി, അല്ലേ? $1,000 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു റീവാലുവേഷൻ സംഭവിച്ചപ്പോൾ അത് 1,500 ആയിട്ട് മാറി. $500 എന്തായി? എക്സസ് ഡിപ്രീസിയേഷൻ ഇൻകറായി. ഓക്കെ. സോ ഇത് ശരിയാണോ? ആക്ച്വലി ഒന്ന് നോക്കിക്കേ. ഈ റീവാലുവേഷൻ ഗെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമുക്ക് റിയലൈസ്ഡ് ആവാത്ത ഗെയിൻ ആണല്ലേ. സോ ആ ഒരു ഗെയിൻ കാരണം നമ്മളൊരു എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയില്ലേ? നമ്മുടെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്ന ഐറ്റം. ഇത് ആക്ച്വലി തെറ്റല്ലേ?
സോ നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ എങ്ങനെ നമുക്കിത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഒന്നുകൂടെ ഓർക്കുക, വാല്യൂവേഷൻ നടക്കുമ്പോൾ സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കൂടും. ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കുറയും. സോ നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീവാലുവേഷൻ സർപ്ലസിന്ന് നമ്മൾ റീറ്റൈൻഡ് ഏർണിങ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം റീറ്റൈൻഡ് ഏർണിങ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ആക്ച്വലി റീറ്റൈൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിനെ നമ്മൾ അക്യൂമുലേറ്റ് ചെയ്ത് ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും, അല്ലേ? ആ ഒരു സംഭവമാണ് റീറ്റൈൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബിസിനസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നമ്മൾ ഈ ഐറ്റം എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റീറ്റൈൻഡ് ഏർണിങ്സിലേക്കാണ്. സോ നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുന്നത് വഴി എന്താണ് കുറയുക? പ്രോഫിറ്റ് ആണ് കുറയുക. ഈ പ്രോഫിറ്റ് എവിടെയാണ് പോകുന്നത്? റീറ്റേൺഡ് ഏർണിങ്സ്. നമുക്ക് ഈ ഒരു കുറഞ്ഞ എഫക്റ്റ് തിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് എവിടെയാണ് കിടക്കുന്നത്? റീറ്റേൺഡ് ഏർണിങ്സ്. സോ ഈ ഒരു എഫക്റ്റിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? റീറ്റേൺഡ് ഏർണിങ്സ് കൂട്ടിയാൽ മതി, അല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ച് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയി ഒന്ന് കേട്ട് നോക്കുക, മനസ്സിലാവും. ഓക്കെ. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് എടുത്തിട്ട് റീറ്റൈൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. ഓക്കെ, ഇവിടെ എത്രയാണ് റീവാലുവേഷൻ സർപ്ലസ് വരുന്നത്? ക്യാരിയിങ് വാല്യൂ $10,000 ആയിരുന്നു. റീവാലുവേഡ് എമൗണ്ട് എന്ന് പറയുന്നത് 15,000. സോ നമുക്ക് മനസ്സിലാവും $5,000 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു എമൗണ്ട് നമ്മൾ OCL റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞ് കാണിക്കില്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഇയർലി ബേസിസിൽ ഈ റീവാലുവേഷൻ സർപ്ലസിനെ കുറയ്ക്കണം. ഈ റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് റീറ്റൈൻഡ് ഏർണിങ്സിലേക്ക് ഇയർലി ബേസിസിൽ ഈ ഒരു എമൗണ്ട് പോകണം. എങ്ങനെയാന്ന് നോക്കാം. അതായത് നമ്മുടെ യൂസ്ഫുൾ ലൈഫ് 10 ഇയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ. സോ ഈ 5,000-നെ 10 ഇയർ, ഈ റീവാലുവേഷൻ സർപ്ലസ് 5,000-നെ 10 ഇയറിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് ഓരോ കൊല്ലവും ആ ഒരു എമൗണ്ട് റീവാലുവേഷൻ സർപ്ലസിന് റീറ്റേൺ ഏർണിങ്സിലേക്ക് നമ്മൾ ചാർജ് ചെയ്യും. അതായത് $5,000 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? $500 കിട്ടും. ഈ $500 നമ്മൾ റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ഇയർ 1-ൽ ചാർജ് ചെയ്യും. ആൻഡ് ഇയർ 2-ൽ ഓൾസോ 500 ചാർജ് ചെയ്യും. ഇയർ 3-ൽ ഓൾസോ 500 ചാർജ് ചെയ്യും. അങ്ങനെ പോയി ഇയർ 10 വരെ നമ്മൾ എന്ത് ചെയ്യും? ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് എന്ത് വരുന്നത്? ഈ ഒരു ജേർണൽ എൻട്രി വരുന്നത്. ഡെബിറ്റ് റീവാലുവേഷൻ സർപ്ലസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ എത്രയാണ് റീവാലുവേഷൻ സർപ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? $500. ക്രെഡിറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സ് $500. സോ നമ്മുടെ പ്രോഫിറ്റ് ഒരു കൊല്ലം എന്ത് ചെയ്യുന്നു? 500 വെച്ച് റീറ്റെയിൻഡ് ഏർണിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനൊരു ടേബിൾ പോലെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ആ ഒരു എക്സാമ്പിളിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങളിവിടെ 2 ഐറ്റംസ് മറക്കാണ്ട് നോട്ട് ചെയ്യണം. ഒന്ന്, നമ്മുടെ റീവാലുവേഷൻ സംഭവിക്കുന്നതിന് മുന്നേ ഡിപ്രീസിയേഷൻ $1,000 റീവാലുവേഷൻ സംഭവിച്ചു കഴിഞ്ഞത് വഴി ഡിപ്രീസിയേഷൻ 1,500 ആകുന്നു. അങ്ങനെ എത്ര രൂപ എക്സസ് ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നു? 1,500 മൈനസ് $1,500 ആണ് റീവാലുവേഷൻ സർപ്ലസ് കാരണം ഉണ്ടാവുന്ന എക്സസ് ഡിപ്രീസിയേഷൻ. എത്ര? 500. ആൻഡ് ഇവിടുത്തെ റീവാലുവേഷൻ സർപ്ലസ് എത്രയാണ്? $15,000 മൈനസ് $10,000 $5,000. ഇതാണ് റീവാലുവേഷൻ സർപ്ലസ്. ഈ 2 ഐറ്റം മറക്കല്ലേ. ഇനി നമുക്ക് ടേബിളിലേക്ക് വരാം. സോ എക്സസ് ഡിപ്രീസിയേഷൻ 500-ഉം റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്നത് എത്രയാണ്? റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്നത് $5,000 ആണ്. പക്ഷെ നമ്മൾ 10 ഇയറിലേക്ക് ഇത് അലോക്കേറ്റ് ചെയ്തപ്പോൾ $500 ആണ് നമ്മൾ റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് റീറ്റേൺ ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പഠിച്ചു. ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്യേണ്ടത്? ഈ എക്സസ് ഡിപ്രീസിയേഷൻ നമ്മൾ 10 കൊല്ലവും നമ്മൾ നമ്മുടെ SOPL കാണിക്കുന്നുണ്ട്. അതായത് ഡിപ്രീസിയേഷൻ 1,500 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കൊല്ലവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. അതിൽ എക്സസ് $500 ആണ്. സോ 10 കൊല്ലവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സസ് ഡിപ്രീസിയേഷൻ കാണിക്കുന്നുണ്ട്. സോ ഇത് കാരണം, ഈ എക്സസ് ഡിപ്രീസിയേഷൻ കാരണം എന്ത് ചെയ്യും? നമ്മുടെ എക്സ്പെൻസ് കൂടി,
പ്രോഫിറ്റ് കുറഞ്ഞു. പ്രോഫിറ്റ് എങ്ങോട്ട് പോകുന്ന ഐറ്റമാണ്? റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക്. സോ ഇവിടുത്തെ പ്രോഫിറ്റ് കുറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എവിടെ നടത്തും? റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റീവാലുവേഷൻ സർപ്ലസിലെ ഇയർലി ബേസിസിൽ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ $500 ട്രാൻസ്ഫർ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? ഇവിടെ $500 നമ്മൾ 10 കൊല്ലവും നമ്മൾ റിവാലുവേഷൻ സർപ്ലസിൽ നിന്ന് എടുത്ത് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവാം? ഇവിടെ ഒരു എക്സ്പെൻസ് നമ്മൾ 10 കൊല്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനം റീറ്റെയിൻഡ് ഏർണിങ്സ് പോയി സെറ്റ് ആക്കുന്നു. സോ ഇവിടെ എന്ത് വരുന്നില്ല? പ്രോഫിറ്റ് കുറയുന്നില്ല അല്ലെ? പ്രോഫിറ്റ് കുറയുന്നില്ല. പ്രോഫിറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഇൻഡയറക്ട്ലി ഇവിടെ റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് IAS 16 ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഡിസ്പോസൽ ഓഫ് PPE ആണ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ എന്താണ് ഡിസ്പോസൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. According to IAS 16, an item of PPE must be de-recognized. De-recognized കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു അസറ്റ് റിമൂവ് ചെയ്തിരിക്കണം. എപ്പോ? when the asset is disposed of. ഒന്നുകിൽ ആ അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബുക്സ് ചെയ്യുന്ന അസറ്റിനെ റിമൂവ് ചെയ്തിരിക്കണം. ഡിസ്പോസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ സോൾഡ്, നമ്മളിത് വിറ്റിട്ടുണ്ടായിരിക്കണം മറ്റൊരാൾക്ക്, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രാപ്ഡ്, നമ്മൾ ഈ ആക്രിക്ക് അത് കൊടുക്കുന്ന പോലെ ഈ അസറ്റിനെ കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ വേറൊരു അസറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എക്സ്ചേഞ്ച് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ചാരിറ്റി പോലെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾക്ക് കൊടുത്തിരിക്കണം, ഗീവൺ അവേ. അതായത് നമ്മുടെ ബിസിനസ്സിൽ കുറേ ഡെസ്കും ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്കത് വേണ്ട. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ട ഒരു സ്കൂള് ഒരാൾ നടത്തി കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഡെസ്കും ബെഞ്ചും ഒക്കെ ഡൊണേറ്റ് ചെയ്യാം. അതാണ് ഈ ഗീവൺ അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അബണ്ടൻ, അതായത് നമ്മൾ യൂസ് ചെയ്യാണ്ട് കളയുക. സോ ഇങ്ങനെയുള്ള ഐറ്റംസിനെയാണ് നമ്മൾ ഇതൊക്കെയാണ് ഡിസ്പോസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നുകിൽ നമ്മൾ അസറ്റ് ഡിസ്പോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നത് വഴിയോ ഡിസ്പോസ് ചെയ്യുന്നത് വഴിയോ നമുക്ക് എന്ത് ചെയ്യാൻ വഴിയില്ല? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ നമ്മുടെ ബുക്സിൽ നിന്ന് ഇത് ഡീറെക്കഗ്നൈസ് ചെയ്തിരിക്കണം, ഡിസ്പോസ് ചെയ്തിരിക്കണം. സോ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ഗെയിൻ ആണോ ലോസ് ആണോ ഉണ്ടാവുന്നത് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ഓൾഡ് മെഷീൻ ഉണ്ട്, അതിന്റെ കോസ്റ്റ് $1 lakh ആയിരുന്നു. ഇതുവരെ നമ്മൾ അതിന് ചാർജ് ചെയ്ത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് $70,000 ആണ്. സോ ബാക്കി എത്രയുണ്ട്? ഇപ്പോൾ ആ മെഷീൻ എത്ര ക്യാരിയിങ് വാല്യൂ ഉണ്ട് എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ക്യാരിയിങ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് മൈനസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. സോ 1 lakh മൈനസ് 70,000, $30,000 ആണ് ഇപ്പോൾ ഈ അസറ്റിന്റെ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. അതിനിവിടെ പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്യാഷ് എത്ര കിട്ടി? $40,000 ക്യാഷ് കിട്ടി എന്ന് പറയുന്നുണ്ട്. സോ $30,000 വാല്യൂ ഉള്ള ഒരു അസറ്റ് 40,000 രൂപയ്ക്ക് വിറ്റു എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി ഡിസ്പോസ് ചെയ്തത് വഴി? $10,000 പ്രോഫിറ്റ് കിട്ടി. സോ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ക്യാരിയിങ് വാല്യൂവിനേക്കാൾ ക്യാരിയിങ് വാല്യൂവിനേക്കാൾ സെയിൽസ് പ്രൊസീഡ്സ്, അത് കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, സെയിൽസ് പ്രൊസീഡ്സ് ക്യാരിയിങ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്താണ്? പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നേരെ തിരിച്ച് നമ്മുടെ $30,000 വാല്യൂ ഉണ്ടായിരുന്ന അസറ്റ് ഇല്ലേ, ഇത് വിറ്റപ്പോൾ നമുക്ക് 20,000 ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. 30,000 വാല്യൂ ഉള്ള ഒരു അസറ്റ് വിറ്റപ്പോൾ 20,000 കിട്ടിയുള്ളൂ. സോ അതെന്താണ്? നഷ്ടമാണ് അല്ലേ? $10,000 ലോസ് ആണ്. സോ സെയിൽസ് പ്രൊസീഡ്സ് ക്യാരിയിങ് വാല്യൂവിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ലോസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി സെയിൽസ് പ്രൊസീഡ്സും 30,000, നമുക്ക് ക്യാഷ് കിട്ടിയത് 30,000 ആണ്, രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കിനി നോക്കാനുള്ളത് ഡിസ്പോസൽ ഫോർ ക്യാഷ് കൺസിഡറേഷൻ ആണ്. സോ എന്താണ് ഈ ഡിസ്പോസൽ ഫോർ ക്യാഷ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഉള്ള ഒരു നോൺ കറണ്ട് അസറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? സെല്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ സെല്ല് ചെയ്തു, നമ്മൾ സോൾഡ് ഔട്ട് ആക്കി, ആൻഡ് നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി.
സോ ക്യാഷിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അസറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഡിസ്പോസൽ ഫോർ ക്യാഷ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഡിസ്പോസൽ വഴി നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് യൂസ് ചെയ്യും. ആ അക്കൗണ്ടിൻ്റെ പേരാണ് ഡിസ്പോസൽ അക്കൗണ്ട്. എന്ത് അക്കൗണ്ട്? ഡിസ്പോസൽ അക്കൗണ്ട്. ഈ ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ടെമ്പററി അക്കൗണ്ട് ആണ്. എന്താണ് ഇത്? ടെമ്പററി അക്കൗണ്ട് ആണ്. നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈ ഡിസ്പോസൽ വഴി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഡിസ്പോസൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ അസറ്റ് ക്യാഷ് കൺസിഡറേഷന് വേണ്ടിയിട്ട് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നടക്കും എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള അസറ്റ് പോവും അല്ലേ? നമ്മുടെ കയ്യിലുള്ള നോൺ കറണ്ട് അസറ്റ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോവും. ആൻഡ് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, ആൻഡ് ഈ നോൺ കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നോ? ഉണ്ട്. അതാരാണ്? ഡിപ്രീസിയേഷൻ. നമ്മൾ ഈ അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് വരുന്നതല്ലേ. സോ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യാറുണ്ടായിരുന്നു. സോ ഒരു നോൺ കറണ്ട് അസറ്റ് ഡീ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, വിൽക്കുന്ന സമയത്ത് ഡീ റെക്കഗ്നൈസ് ചെയ്യണം. ബുക്സിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ആ അസറ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഐറ്റംസ് ബുക്കിലുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. സോ ഈ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷനും നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. സോ ഇതിൻ്റെയൊക്കെ ജേർണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മുടെ അസറ്റ് വാങ്ങിയത് $10,000 സോ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് $10,000. ഇതുവരെ നമ്മൾ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് $6,000 ആണ്. ആൻഡ് നമ്മളിത് ഡിസ്പോസ് ചെയ്ത സമയത്ത് നമുക്ക് $5,000 കിട്ടുകയും ചെയ്തു. സോ ഇതിൻ്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഒറിജിനൽ കോസ്റ്റ് ഉണ്ടല്ലോ, ഈ കോസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. നമ്മുടെ ബുക്സിൽ നിന്ന് ആ അസറ്റിനെ എടുത്ത് കളയണം. സോ റിമൂവ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ്. സോ നമ്മൾ അസറ്റിനെ കളയാൻ വേണ്ടി പോവാണ്. അസറ്റ് എന്ത് ബാലൻസാ? അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ മതി അല്ലേ? സോ അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് നോൺ കറണ്ട് അസറ്റ് എത്ര? $10,000. ഓക്കെ, ആൻഡ് എന്ത് ഡെബിറ്റ് ചെയ്യും ഇവിടെ? ഇവിടെ എന്തോ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി ടൈറ്റ് ഒന്നുമില്ല. സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നമ്മളിവിടെ ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് എഴുതുക. ഇവിടെ എഴുതാൻ ആളില്ലാതിരുന്നു. സോ അതുകൊണ്ട് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് $10,000 എഴുതുക. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഈ ഒരു അസറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടാണ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. സോ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 6,000 നമുക്ക് കളയണം. അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മുടെ അസറ്റിനെ കുറയ്ക്കുന്ന അക്കൗണ്ട് ആണില്ലേ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷന് എന്ത് ബാലൻസ് ആയിരുന്നു? ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. സോ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്ര? $6,000. യെസ്, ഈ $6,000. ആൻഡ് എന്ത് ക്രെഡിറ്റ് ചെയ്യും? ഇവിടെയും ക്രെഡിറ്റ് ചെയ്യാൻ ആളില്ല. സോ എന്ത് ചെയ്യുക? ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യുക 6,000. ഓക്കെ, സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് കിട്ടിയില്ലേ? 5,000 ക്യാഷ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അസറ്റ് കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. സോ ഡെബിറ്റ് ക്യാഷ് $5,000 ആൻഡ് ക്രെഡിറ്റ് എന്ത് ക്രെഡിറ്റ് ചെയ്യണം? നമ്മൾ ഇവിടെയും എന്ത് ക്രെഡിറ്റ് ചെയ്യും എന്നറിയില്ല. സോ ഡിസ്പോസൽ അക്കൗണ്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക $5,000. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3 ഡിസ്പോസൽ അക്കൗണ്ട് എഴുതിയിട്ടുണ്ട് ഇല്ലേ? ഇവിടെ ഒരു ഡെബിറ്റ് സൈഡിൽ ഒരു ഡിസ്പോസൽ അക്കൗണ്ട് എഴുതിയിട്ടുണ്ട്. എത്ര? $10,000. ആൻഡ് ഇവിടെ ക്രെഡിറ്റ് ആണ് ചെയ്തത്, ഇവിടെയും ക്രെഡിറ്റ് ആണ് ചെയ്തത്. സോ നമുക്ക് ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും എത്രയുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ ഒരിടത്ത് മാത്രമേ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഫസ്റ്റ് $10,000 ഡെബിറ്റ് ചെയ്തു. സോ ടോട്ടൽ ഡെബിറ്റ് എന്ന് പറയുന്നത് $10,000 ആണ്. ഇനി ടോട്ടൽ ക്രെഡിറ്റ് നോക്കാം. ഇവിടെ 6,000 ആൻഡ് ഇവിടെ 5,000. സോ 6,000 പ്ലസ് 5,000 എന്ന് പറയുന്നത് എത്രയാണ്? 11,000 അല്ലേ? സോ നമുക്ക് ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും എടുത്തപ്പോൾ ഇവിടെ ഏത് സൈഡാണ് കൂടുതൽ? ഡിസ്പോസൽ അക്കൗണ്ടിൻ്റെ
ക്രെഡിറ്റ് സൈഡ് ആണല്ലേ കൂടുതൽ. എത്രയാണ് ഡെബിറ്റ് സൈഡിനെ വെച്ച് നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ? 11,000 മൈനസ് 10,000 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയെന്ന് കിട്ടും? $1,000 കിട്ടും. ഇത് ആക്ച്വലി എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ആണ്. കാരണം ഇവിടെ എന്താണ്? ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. സോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി നമുക്ക് $1,000 പ്രോഫിറ്റ് ആണെന്ന്. സോ ഇങ്ങനെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്പോസൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ആദ്യമേ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. കോസ്റ്റ് $10,000, അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ $6,000. സോ ടോട്ടലി നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ബുക്സിൽ ഈ ഒരു അസറ്റിന് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് നോക്കുക. അതായത് ക്യാരിയിങ് വാല്യൂ എത്രയുണ്ടെന്ന് നോക്കുക. 10,000 അതായത് കോസ്റ്റ് മൈനസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ് ക്യാരിയിങ് വാല്യൂ. സോ 10,000 മൈനസ് 6,000 എന്ന് പറയുന്നത് 4,000 ആണ്. സോ $4,000 ക്യാരിയിങ് വാല്യൂ ഉള്ള ഒരു അസറ്റ് വിറ്റപ്പോൾ $5,000 കിട്ടി. ഇവിടെ ഡിസ്പോസൽ പ്രൊസീഡ്സ് ക്യാരിയിങ് വാല്യൂവിനേക്കാൾ കൂടുതലാണ്. സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം $1,000 എന്താണ്? പ്രോഫിറ്റ് ആണ് എന്നുള്ളത്. സോ നമ്മളിവിടെ ജേർണൽ എൻട്രി മെത്തേഡ് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. സോ ഇതാണ് ഈ ഒരു ട്രാൻസാക്ഷനുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയുമായി ബേസ് ചെയ്ത് വരുന്ന ജേർണൽ എൻട്രീസ്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതാണ് ഡിസ്പോസൽ ത്രൂ എ പാർട്ട് എക്സ്ചേഞ്ച് എഗ്രിമെന്റ്. ഡിസ്പോസൽ ത്രൂ എ പാർട്ട് എക്സ്ചേഞ്ച് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മുടെ അസറ്റ് വിറ്റിട്ട് ക്യാഷ് ആണ് കയ്യിൽ കിട്ടിയിരുന്നത്. എന്നാൽ ഇവിടെ വേറൊന്നുമല്ല, നമ്മളൊരു പഴയ അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അഡീഷണലി എക്സ്ട്രാ ക്യാഷ് എന്തെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ പേ ചെയ്യും. അതായത് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ $10,000 വാല്യൂ ഉണ്ടായിരുന്ന ഒരു അസറ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു അസറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ഓൾസോ എഴുതാം. അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അഗെയിൻ $6,000 ആണ്. ഇത് കോസ്റ്റ്. ഓക്കെ, സോ ഇവിടുത്തെ ക്യാരിയിങ് വാല്യൂ എത്രയാണ്? $4,000. നമ്മളൊരു $7,000 വാല്യൂ ഉള്ളൊരു പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ 4,000 രൂപ, ഈ 7,000-ൽ 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യും? പഴയ അസറ്റ് കൊടുക്കും. ബാക്കി എത്ര രൂപ വേണം? $3,000 കുറവുണ്ട്. ഈ $3,000 നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് പേ ചെയ്യും. സോ അതാണ് ഈ ഡിസ്പോസൽ ത്രൂ പാർട്ട് എക്സ്ചേഞ്ച് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ ആദ്യത്തെ 2 സ്റ്റെപ്പ് നേരത്തെ പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അസറ്റ് വിറ്റു അല്ലേ? സോ ആ അസറ്റിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണ്ടേ? ബുക്സിൽ നിന്ന് കുറച്ച് കാണിക്കണ്ടേ? സോ കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാണിക്കാം. സോ അസറ്റ് കുറയാൻ വേണ്ടിയിട്ട്, അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് എന്തായിട്ടും ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്പോസൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് എന്ത് ചെയ്യണം? ഈ ഒരു അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളാണ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ബുക്സ് നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 6,000. എന്ത് ഐറ്റം ക്രെഡിറ്റ് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യാൻ ഒന്നുമില്ല. സോ ഡിസ്പോസൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഈ എന്ത് ഐറ്റം ഡെബിറ്റ് ചെയ്യും ക്രെഡിറ്റ് ചെയ്യും ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നിടത്ത് എന്ത് ചെയ്യുക? ഡിസ്പോസൽ അക്കൗണ്ട് ജസ്റ്റ് എഴുതി കൊടുക്കുക. ആൻഡ് ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് റെക്കോർഡ് ദ പാർട്ട് എക്സ്ചേഞ്ച് അലവൻസ്. അതായത് നമ്മൾ പുതിയ അസറ്റ് വാങ്ങി. പുതിയ അസറ്റ് $7,000 വാല്യൂ ഉള്ളൊരു പുതിയ അസറ്റ് വാങ്ങി. ഇതിൽ എന്ത് ചെയ്ത് പോകുന്നുണ്ട്? ഇതിൽ 3,000 നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നുണ്ട്. 4,000-ന് നമ്മുടെ അസറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? 4,000 വാല്യൂ ഉള്ള അസറ്റും കൊടുക്കുന്നു, ക്യാഷും കൊടുക്കുന്നു. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട് എക്സ്ചേഞ്ച്, അതായത് അസറ്റ് കൊടുത്തിട്ട് പുതിയ അസറ്റ് എത്ര ഡോളേഴ്സ് കിട്ടി എന്നുള്ളത് നോക്കാം. സോ പുതിയ അസറ്റ് വന്നു. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ഡെബിറ്റ് അസറ്റ് ഫസ്റ്റ് ഈ ഐറ്റം റെക്കോർഡ് ചെയ്യാം, $4,000. ഓക്കെ, എന്ത് ഐറ്റം ക്രെഡിറ്റ് ചെയ്യും? ആരെ ക്രെഡിറ്റ് ചെയ്യും എന്നറിയില്ല. സോ ഡിസ്പോസൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. എത്ര? $4,000. ഇനി റെക്കോർഡ് ക്യാഷ് പെയ്ഡ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3,000 ക്യാഷ് പേ ചെയ്യുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യാം. സോ ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ വി ക്രെഡിറ്റ് ക്യാഷ്
$3,000. നമ്മൾ പുതിയ അസറ്റ് $4,000 മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്തുള്ളൂ. ബാക്കി ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ കിട്ടിയ അസറ്റിന്റെ പാർട്ട് എന്ന് പറയുന്നതാണ് എത്ര? 3,000. സോ അസറ്റ് കൂടി ഡെബിറ്റ് ചെയ്യുക $3,000. ഇതാണ് ജേർണൽ എൻട്രി വരുന്നത്. നമ്മൾ IAS 16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് PPE, ഇനിഷ്യൽ മെഷർമെന്റ്, ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ സബ്സീക്വന്റ് മെഷർമെന്റ്, ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ്, റീവാലുവേഷൻ, ഡിസ്പോസൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ആൻഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനിയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വേണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും ഓൾസോ കമന്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.